നല്ല മനോഹരമായ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശബ്ദം എല്ലാവർക്കും കേൾക്കാലോ? ശബ്ദം കേൾക്കാലോ? കേൾക്കാം മാസ്റ്റർ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂടെ വന്ദനം പറയുന്ന ഒരു പ്രഭാതത്തിന് വേണ്ടി പ്രഭാതത്തിൽ എനിക്കും നമ്മോടൊപ്പം അയക്കാനും കർത്താവിന്റെ ജീവനുള്ള വചനത്തെ നിങ്ങളുമായി പങ്കുവെപ്പാൻ അവസരങ്ങൾക്ക് കർത്താവിന് നന്ദി വന്ദനം പറഞ്ഞുകൊണ്ട് ഒത്തിരി ആമുഖം കൊടുക്കണം തന്നെ പരിശുദ്ധാത്മാവ് നല്ല അവസരങ്ങൾക്കായി കർത്താവിന് നന്ദി വന്ദനം വഴിയാണ്. കർത്താവിനെ ഈ പ്രഭാതത്തിൽ ബലപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് ആവശ്യമായ ജീവനുള്ള ബലത്തെ കൈമാറുവാൻ വീണ്ടും ശക്തമായി നമ്മൾ ഇതേ വചനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. സാഹചര്യങ്ങൾ അനുഭവമെങ്കിൽ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരും ഓണാക്കുമെങ്കിൽ ദൈവനാമത്തിൽ അനുഗ്രഹം തന്നെ. പറയുന്ന കേൾക്കാമോ? ബ്രേക്കായി പോകുമോ മാസ്റ്ററെ? ഓക്കെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നേരെ വചനത്തിലേക്ക് സമയൊട്ടും പാഴാക്കാതെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. 3 മേഖലകളെ തൊടുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നെങ്കിലും സമയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് എത്ര അധികം പോകാമോ അത്രയും അധികം പോകാൻ തന്നെ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി വാക്യമായി നമുക്ക് എടുക്കാമല്ലോ. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 5-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കപ്പെടുകയാണ്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുവെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുമായി പങ്കുവെക്കുന്ന 3 ചിന്തകൾ. ഒന്നാമത്തത്, അത് 3 അപ്പോസ്തലപ്രവൃത്തികൾ തന്നെയുള്ള വാക്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ പ്രാർത്ഥന ശ്രദ്ധയോടെ ആയിരിക്കണം. അപ്പോൾ തന്നെ 16-ാം അധ്യായത്തിൽ തന്നെ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദൈവം ശ്രദ്ധയോടെ ആയിരിക്കണം. 3, ആരാധന ശ്രദ്ധയോടെ ആയിരിക്കണം. ഇത് 3 മേഖലകൾ നമ്മുടെ ആത്മീയ മേഖലകൾക്ക് വേണ്ടതാണല്ലോ. ഈ സൂം മീറ്റിംഗ് തുടങ്ങിയപ്പോഴേ നിങ്ങളും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചൊരുങ്ങിയത്. പ്രാർത്ഥനകളും അപ്പോൾ തന്നെ ആരാധനയും പിന്നീടുള്ള ദൈവവചനം, ഇത് 3 ഒരുമിച്ച് ലിങ്കായാൽ മാത്രമേ ദൈവപ്രവൃത്തിയിൽ ആഴമായി വെളിപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നാമത് ചിന്തയിലേക്ക് വരിക. അപ്പോസ്തലപ്രവൃത്തി 12 5-ാമത്തെ വാക്യം, സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നുള്ളത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ സുവിശേഷങ്ങളും ലേഖനങ്ങളും പ്രവർത്തികളുമായി പ്രവചന പുസ്തകം ഇങ്ങനെ വേർതിരിക്കുമ്പോൾ 4 സുവിശേഷം കഴിഞ്ഞ ശേഷം അപ്പോസ്തലപ്രവൃത്തി എന്ന പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തലന്മാരുടെ പുസ്തകം, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകം. ഹല്ലേലൂയ. വൈദ്യനായി ലൂക്കോസിനെ കൊണ്ട് പരിശുദ്ധാത്മ എഴുന്നേൽപ്പിച്ചു എന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിക്കണമെന്ന് പറഞ്ഞ് അത് കാത്തിരുന്ന് പ്രാപിച്ച ഒരു പെന്തക്കോസ് ആരംഭിച്ച ഒരു അധ്യായമാകുന്നു
അപ്പോസ്തല പ്രവൃത്തി എന്നുള്ളത്. അനുഗ്രഹരായ ഒരു പത്രോസിനെ ശക്തനാക്കി പണിതെടുത്ത് മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് പണിതെടുത്ത് പുറത്തെടുക്കുന്ന ഒരു മനോഹരമായ അധ്യായം പുസ്തകമാകുന്നു അപ്പോസ്തല പ്രവൃത്തികൾ. സ്തോത്രം, ഹല്ലേലൂയ. കാലഘട്ടം കത്തിക്കുന്ന ഒരു പൗലോസിനെ ദൈവാത്മാവ് വേർതിരിച്ച അധ്യായമാകുന്നു പരിശുദ്ധാത്മ ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം എന്നുള്ളത്. സ്തോത്രം ചെയ്യുക, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഈ ലൂക്കോസിന്റെ അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യതയുണ്ട്. എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യതകൾ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി പോലും കൽപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ തന്നെ മുഴുവൻ അങ്ങനെ തന്നെയാണ്. എങ്കിലും അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 12 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ 12 അധ്യായങ്ങളും എന്താണ്? പ്രാർത്ഥനയുടെ വലിയൊരു കവാടത്തെ തുറന്നു കാണിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥനയുടെ വലിയ കവാടം തുറന്നു കാണിക്കുന്നു എന്ന് പറയാൻ കാരണം, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് 1:14 പറയുന്നു, യാക്കോബിന്റെ മകനായ യൂദ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരങ്ങളോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ കാണാം ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അധ്യായം ആരംഭിക്കുന്നതേ പ്രാർത്ഥനയുടെ ശൈലി ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പ്രാർത്ഥന ഒന്നിലധികം ആൾക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഒരുമന അതിനകത്ത് ഉണ്ടാകണം. കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പൗലോസ് പഠിപ്പിക്കുന്നു, ഒരു വാ എന്ന് പറയുന്നത് പോലെ അല്ലേലും നമ്മുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മൾ പ്രാർത്ഥിക്കുന്ന ലക്ഷ്യം ഒരേപോലെ ആയിരിക്കണമെന്ന അപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു എന്ന് വചനം പറയുന്നു. അപ്പോൾ തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് 1-ാമത്തെ അധ്യായത്തിന്റെ 24 മുതൽ 25 വരെ പഠിക്കുമ്പോൾ 25-ാമത്തെ വാക്യം തന്നെ എടുത്താൽ ഇങ്ങനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. 24, 25 പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? ഇനി രണ്ടുപേരും നിർത്തി സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടെന്ന് യൂദ ഒഴിഞ്ഞുപോയി ഈ ശുശ്രൂഷയുടെ അപ്പോസ്തലത്വത്തിന്റെയും സ്നാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ 24, 25 പറയുന്നത് ഒരു യൂദ 12 പേര് യൂദ പോയപ്പോൾ അത് യൂദയ്ക്ക് പകരമായി ഒരാളെ തെരഞ്ഞെടുക്കേണ്ടതിന് തെരഞ്ഞെടുപ്പിന് വേണ്ടി സകല ഹൃദയവും അറിയുന്ന അത് കാണിച്ചു തരണമേ എന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അടുത്ത പദം പറയുന്നു, പ്രാർത്ഥന രീതി എന്താണ്? തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രാർത്ഥന. ഏത് കാര്യവും തെരഞ്ഞെടുക്കുന്നത്, അത് ഭാവിയാകാം, അത് ജോലിയാകാം, അത് നന്മയാകാം, ഏതു മേഖലയുമാകട്ടെ, അതിന്റെ പിന്നിൽ പ്രാർത്ഥനയുടെ വലിയ നിയോഗമുണ്ടാകണം. അപ്പോൾ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അധ്യായം കൂടിയായിട്ട് 1-ാമത്തെ അധ്യായം തീരുകയാണ്. അപ്പോൾ നിയോഗത്തിന് വേണ്ടി എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി അങ്ങയുടെ ഗിതപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പൊ പ്രാർത്ഥനയുടെ അടുത്തൊരു ശൈലി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഹൃദയമറിയാനാ. കണ്ടേ? അപ്പൊ ദൈവത്തിന്റെ ഹൃദയമറിയാന പ്രാർത്ഥന. ഹല്ലേലൂയ. നമ്മുടെ പല പ്രാർത്ഥനയുടെ രീതി ഹല്ലേലൂയ പലതും ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ചെയ്തു തരണമെന്നല്ല, അങ്ങയുടെ ഹൃദയം അറിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങയുടെ ഗിതത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങയ്ക്ക് ബോധിച്ചൊരു തെരഞ്ഞെടുപ്പ് നടക്കണം. ഹല്ലേലൂയ. ഇവർക്ക് വേണമെങ്കിൽ യോഗ്യതയുള്ള നല്ലതായ ആത്മാവിൽ കത്തി നിൽക്കുന്ന ഹല്ലേലൂയ സ്വഭാവം കൊണ്ടും അവർ ഇടപാടുകൾ കൊണ്ട് ശുശ്രൂഷകൾ കൊണ്ടും കൊള്ളാം. അവർ നമ്മുടെ കൂട്ടത്തിരുന്ന് നല്ലത്
എന്തു പറഞ്ഞു വേണമെങ്കിൽ അപ്പോസ്തലന്മാർക്ക് തെരഞ്ഞെടുക്കാമായിരുന്നു. കാരണം ഇവർ എല്ലാവരും യേശുവിന്റെ കൂടെ നടന്നവരും യേശുവിന്റെ എല്ലാം കണ്ടറിഞ്ഞവരുമാകിയാൽ ഹല്ലേലൂയ എളുപ്പമായി തെരഞ്ഞെടുക്കാം. പക്ഷെ ഇന്നലത്തെ സുപ്രശയുടെ പരിചയം വെച്ച് ഇന്നൊരു പുതിയൊരു വ്യക്തിയെ അതിലേക്ക് അടുപ്പിക്കാൻ, അതിലേക്ക് തെരഞ്ഞെടുത്തൊരു അപ്പോസ്തലനാക്കാൻ അവർ തന്നെ കഴിവ് കൊണ്ടും തന്നെ സുപ്രശയുടെ പരിചയം കൊണ്ടും പാരമ്പര്യം കൊണ്ടും നോക്കിയില്ല, മറിച്ച് അവർ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു. ഹല്ലേലൂയ. എന്താണ് 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? എന്താണ്? ഹല്ലേലൂയ. സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ എന്ന്. കണ്ടേ, സകല ഹൃദയ. അപ്പോൾ കർത്താവിന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥന. അതായത് അപ്പോൾ 1-ാമത്തെ അധ്യായം രണ്ട് പ്രാർത്ഥന രീതി പഠിപ്പി. എന്താണ്? ഒന്ന്, ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യത്തിലെങ്കിൽ 24-25 24 കർത്താവിന് ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന 25 നടക്കുകയാണ്. 24-25 വാക്യത്തിൽ കർത്താവിനെ തെരഞ്ഞെടുപ്പ് ഗീതത്തിനുള്ള ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥന എന്ത് ചെയ്തു? ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പെന്തക്കോസ്ത് ശേഷം ആദ്യകാല സഭയുടെ ജീവിത രീതി ഇവിടെ കാണുക. എന്താണ് ഇവിടെ പ്രാർത്ഥന രീതി? അപ്പോസ്തലപ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോൾ 42-ൽ തന്നെ ഒന്നിലധികം കാര്യം എന്താണ്? ഒന്ന്, ഉപദേശം കേട്ടെന്ന്. അപ്പോസ്തലന്മാരുടെ, നമ്മെ നയിക്കുന്നവരുടെ, നേതൃത്വം വഹിക്കുന്നവരുടെ ഉപദേശം കേട്ടു. പിന്നെയോ കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ ഒരു കൂട്ടായ്മ ആചരിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥന വെറുതെയല്ല, പിന്നെയോ ഹല്ലേലൂയ അതൊരു കൂട്ടായ്മ ഉണ്ടാകണം. ആ പ്രാർത്ഥനയിൽ ഒരു ഉപദേശം ഉണ്ടാകണം. ആ പ്രാർത്ഥനയിൽ അപ്പം നുറുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇതെല്ലാം കൂടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാ. അല്ല, പ്രാർത്ഥന കഴിച്ചു പോയെന്ന. ഹല്ലേലൂയ. വേഗതയുടെ പോകട്ടെ. ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 3-1 വാക്യം പറയുന്നു: ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥന സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ. കണ്ടേ, അപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവാലയത്തിൽ ചെന്നു. ഹല്ലേലൂയ. എന്തിനാ പ്രിയരെ പോയത്? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. നാം എന്തിനാലയത്തിൽ പോകുന്നേ? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 9-ാം മണി നേരമായപ്പോൾ അവിടെ ചെന്നപ്പോ ചുരുക്കത്തിൽ പറയാം, അമ്മയുടെ ഉദരത്തിൽ ഹല്ലേലൂയ മുടന്തനായ ഒരുത്തൻ ഇവിടെ ഇരിക്കുകയും ഹല്ലേലൂയ ഇവന്റെ ചിന്ത വരുന്നവരിൽ കൂടെ എന്തെങ്കിലും പ്രാപിക്കാമെന്ന, വല്ലതും കിട്ടുമെന്ന ഇവൻ ഹല്ലേലൂയ പിശയാദിക്കുന്ന പാപ്പണം നീട്ടിയപ്പോൾ ഇവർ ഉദ്ദേശിച്ചതല്ല പത്രോസ് കൊടുത്തത്. പിന്നെയോ വെള്ളിയും പൊന്നും എനിക്കില്ല, നസ്സറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റും നടക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി ഇരുത്താനുള്ളതല്ല, പ്രാർത്ഥനയുടെ ശക്തി എഴുന്നേൽക്കാനുള്ളതാ. ഹല്ലേലൂയ. ചേവെടുക്കുക. പ്രാർത്ഥന, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പ്രാർത്ഥനയുടെ ശക്തി ഇരുത്താനുള്ളതല്ല, പ്രാർത്ഥനയുടെ ശക്തി നരയാൻ ഉറയ്ക്കാനുള്ളതാ. പ്രാർത്ഥന എപ്പോഴും ഉറപ്പിക്കുന്നത് ഉദാമഹത്തരാരഗതിയ. അങ്ങനെയെങ്കിൽ ചില വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉറപ്പ് വരുത്താൻ പോകുക. നമ്മുടെ പ്രാർത്ഥന ഇരുത്തുകയില്ല, നിന്നെ എഴുന്നേൽപ്പിക്കാനിടയാകുമെന്ന് വാദനത്തിൽ കൂടെ കൈമാറട്ടെ. ഹല്ലേലൂയ. നാം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും
ഭീഷണിപ്പെടുത്തി വിട്ടയച്ച ശേഷമുള്ള അവരുടെ പ്രാർത്ഥനയുടെ രീതി ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:31 പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മം നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസാദിച്ചപ്പോൾ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചുവെന്ന പറയുന്നേ 30-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 29 മുതൽ വായിക്കുന്നു. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കേണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ കൂടെ പ്രസാദിപ്പിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവവചനം പറയുന്ന അഭിഷക്തന്മാർക്ക് കൃപ കൊടുക്കുവാൻ, ബലം കൊടുക്കുവാൻ, അഭിഷേകം കൈമാറാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന കുലുങ്ങി. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നീരിക്കിരീടം കുലുങ്ങുവാൻ ഇടയാകും. 33 ശൈലികൾ പറയും. എന്താണ്? 1, സൗഖ്യമാക്ക് നിന്റെ കൈ നീട്ടുന്നതാൽ. അപ്പോൾ സൗഖ്യമാക്കുന്ന മറ്റേ ആരുമല്ല, യേശു കർത്താവിൽ ദൈവം തന്നെയാകുന്നു. അപ്പോൾ അങ്ങയുടെ കരം നീട്ടുന്നതാലും. 2, നാമത്തിൽ അടയാള, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാള അത്ഭുതം ഉണ്ടാകുന്നത്. അപ്പോൾ ഓർക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നത് എന്റെ നാമത്തിലല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. യേശു നാമം അവിടെ വെളിപ്പെട്ടുക തന്നെ ചെയ്യണം. 3, ദൈവവചനത്തെ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ അഭിഷക്തന്മാർക്ക് കൃപ കൊടുക്കണം. കണ്ടേ, 1 സൗഖ്യമാക്കുന്ന കരം നീട്ടാണ്, 2 അത്ഭുതം അടയാളം ചെയ്യുന്ന ഹല്ലേലൂയ യേശുവിന്റെ നാമം അവിടെ വെളിപ്പെട്ടു വരണം. നമുക്കിവിടെ ദൈവവചനം പറയുന്ന അഭിഷക്തന്മാർക്ക് കൃപയുക ലഭിക്കണം. ഇങ്ങനെ ഈ 3 നിലവാരത്തിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥനയുടെ ഒടുവിൽ അടിസ്ഥാനം കുലുങ്ങി. അവരിരുന്ന ഇടം കുലുങ്ങി. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ഇരിക്കുന്ന അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ശക്തി എന്റെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ആഹ്വാനം കൈമാറുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ 12 അധ്യായം വരെ അടങ്ങിയിരിക്കുന്നുണ്ട്. 12 അധ്യായം വരെ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇനി അധികം പോകുന്നില്ല. പോയി തുടങ്ങി നമ്മൾ എടുത്ത വാക്യത്തിലേക്ക് വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഹല്ലേലൂയ നേരെ വാക്യത്തിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം എന്താണ്? ഇങ്ങനെ പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു. അതാണ് നമ്മുടെ വിഷയം, അല്ലെ? പ്രാർത്ഥന കഴിച്ച് ശ്രദ്ധയോടുള്ള ഒരു പ്രാർത്ഥന, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. ഈ 12-ാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത്, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആരെ? ചിലരെ എന്ന് പറഞ്ഞാൽ സഭയിൽ എല്ലാരെയുമല്ല, നമ്മുടെ കൂട്ടത്തിൽ എല്ലാരെയുമല്ല, കുടുംബത്തിൽ എല്ലാവരെയുമല്ല, ദേശത്തിൽ എല്ലാവരെയുമല്ല, രാജ്യത്തിൽ എല്ലാവരുമല്ല, ചിലരെ മാത്രം. അതുകൊണ്ടല്ലേ ഒന്ന് പത്രോസ് ലേഖനം 5-ാമത്തെ അധ്യായം എഴുതിയപ്പോൾ അപ്പോസ്തലൻ പത്രോസ് എഴുതി വച്ചിരിക്കുന്നു. എന്താണ്? അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന്. അതിൽ ആരാണ് പറഞ്ഞിട്ടില്ല, ആരെ വിഴുങ്ങണമെന്ന്. കണ്ടേ, 12-ാം അധ്യായം പത്രോസ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ടും പത്രോസ് ഇത് അനുഭവിച്ചതായത് കൊണ്ടും പത്രോസ് ആയിരിക്കുന്ന സഭയുടെ നടന്നത് കൊണ്ടും പൗലോസ് തന്റെ ലേഖനം എഴുതിയപ്പോൾ പത്രോസ് മറന്നില്ല, വിളിച്ചു പറയുന്നു, അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി നടക്കുന്നുവെന്ന്. അപ്പൊ എല്ലാവരുമല്ല പ്രിയരെ, ആരെയാ? അതിൽ പേരില്ല. അത് ഞാനാകാം, നിങ്ങളാകാം,
ഇന്നു പകൽ അവൻ അലറുന്നവനായി വരുമ്പോൾ ശിംശോനെ പോലെ ഒരാടിനെ വലിച്ചു കീറുന്നത് പോലെ വരുന്ന പ്രതിസന്ധിയെ പ്രതികൂലങ്ങളെ വലിച്ചു കീറുന്ന ഒരഭിഷേകം ഇന്ന് പകൽ നാം പ്രാപിക്കേണ്ടതാകുന്നുവെന്ന് ആത്മാവ് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ചിലരെ കേട്ടോ, എല്ലാരെയും ഒന്നുമല്ല, ചിലരെയാണ് പിടിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ചിലരെ പിടിപ്പിക്കേണ്ടത് ഇത് കരം നീട്ടിയെന്ന്. ഇപ്പൊ ഇവിടെ പറയുന്ന കരം വിരോധത്തിന്റെ കരമാണ്. കേട്ടോണെ, ഇവിടെ പറയുന്ന കരം വിരോധത്തിന്റെ കരമാ. നിന്നെ പീഡിപ്പിക്കേണ്ടതിന്, നിന്നെ കഷ്ടപ്പെടുത്തേണ്ടതിന്, നിന്നെ തകർത്തു കളയേണ്ടതിന് നീട്ടിയ കരമെങ്കിൽ ഒരു കരത്തെ ഞാനത് പരിചയപ്പെടുത്താം. എഹെസ്കേൽ 37:1 പറയുന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. ഞാൻ ഒന്നുകൂടെ കയറ്റി പറഞ്ഞാൽ, പത്രോസ് വെള്ളത്തിൽ മുങ്ങാൻ പോയപ്പോൾ ഒരു കരം വന്ന് പിടിച്ചെന്ന് ഇറങ്ങിത്തിരിച്ച് എന്നെ കണ്ടാണെങ്കിൽ നീ മുങ്ങത്തില്ല, നീ മുങ്ങിയാലും ഞാൻ എന്റെ കരം നീട്ടും. ഒന്നും കൂടെ പറയാൻ തുടങ്ങിയാൽ മത്തായി 8-ാമത്തെ അധ്യായം പഠിപ്പിൽ കുഷ്ഠരോഗി പറയുക, മനസ്സുണ്ടെങ്കിൽ കരം തൊട്ടനെ സൗഖ്യമാക്ക്. നിനക്ക് മനസ്സുകൊണ്ട് എന്നെ തൊടണമെന്ന, നിന്റെ കരമൊന്നെങ്കിൽ തൊടണമെന്ന. ഹല്ലേലൂയ. ചേവെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നൊരു പകൽ ഒരു മറുവശത്ത് എനിക്ക് വിരോധത്തിന് കരമിറങ്ങുമ്പോൾ എന്റെ വിരോധത്തിൽ ജയിക്കേണ്ടതിന് മറ്റൊരു കരമിറങ്ങുന്നു. ആ കരത്തെ പേര് ദൈവത്തിന്റെ കരമെന്ന. അടഗമനം ധനാരകൽക്കമാനഗതിയ അടവേദ പരാധീരികൽക്കമാനഗതിയ. ഒരു പ്രതിസന്ധിയുടെ കരം നിനക്കു നേരം നീട്ടിയാൽ, ഒരു പ്രതികൂലത്തുകാരൻ നിനക്കു നേരം നീട്ടിയാൽ പേടിക്ക് വേണ്ട, ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ കരം ഇന്നു പകൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാ കൈമാറുകയാ. ഒന്നും കൂടെ ചിന്തിച്ചു പറയട്ടെ. ലൂക്കോസ് 7-ാം അധ്യായം പഠിക്കുമ്പോൾ 11 വാക്യം തൊട്ട് പറയുന്നു, ഒരു നൈൽ പട്ടണത്തിൽ ഒരു വിധവയുടെ ഏകജാത മകനെ മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് 4 പേര് പോകുമ്പോൾ പട്ടണവാതിൽ കടന്ന് യേശു പറയുന്നു, അവിടെ വാക്ക് ഇങ്ങനെയാണ്, അവൻ മഞ്ചത്തെ തൊട്ടു, അവൻ തന്റെ കരം കൊണ്ട് മഞ്ചത്തെ തൊട്ടു. അടുത്ത പദം, ചുമന്നവർ നിന്നു, കിടന്നവർ ഇരുന്ന് എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങിയെന്ന് കണ്ട്. തീർന്നു പോയെന്ന് പറഞ്ഞിടത്ത്, അവസാനിച്ചു പോയെന്ന് പറഞ്ഞിടത്ത്, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞിടത്ത്, ഏകജാതം മണ്ണിനകത്ത് പുതയ്ക്കുമെന്ന് പറഞ്ഞിടത്ത് കണ്ട് ഒരു കരമൊന്ന് തൊട്ടത്. ശാലാവാരധാരഗതിയ ഒരു കരമൊന്ന് തൊട്ടെന്ന്. ഇന്നു തീരുകയല്ല പ്രിയരെ, തീരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പോകുക, തീരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പോകുക. ചിലവിടെ ദൂത് പറയും, തമ്പുരാനെ തൊടാൻ പോകുക, തമ്പുരാനെ തൊടാൻ പോകുക. യേശുവിന് അധികാരമുള്ള നാമം ജയമെടുക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നു, ചിലരെ പീഡിപ്പിക്കാൻ സഭയ്ക്ക് നേരെ കരം നീട്ടി, സഭയുടെ നേരെ കരം നീട്ടി. ഒരു കാര്യം വിളിച്ചു പറയാം, സഭയുടെ നേരെ കരം നീട്ടിയാലും സഭ തകരത്തില്ല, സഭ തകരത്തില്ല. കാരണം എന്തെന്നറിയാമോ? മത്തായി 16-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭയെ ജയിക്കുവാൻ, സഭയെ തോപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് വചനം പറയുക. പത്രോസിന്റെ മേല സഭ എന്ന വാക്തത്വം കിടക്കുന്നത്. ഇനി
ഈ സഭയാരാ പ്രിയരെ? സഭയാരാ? അല്ലൊരു സഭ ഒരു കെട്ടിടമാണോ? അല്ല. 4 മൂലയായിട്ട് കെട്ടിയിട്ട് കെട്ടിടമാണോ? അല്ല സഭ. പിന്നെയോ എഫെസ്യ ലേഖനം 1 മുതൽ 6 വരെ അധ്യായത്തിൽ സഭയെക്കുറിച്ച് പറയും. ഒന്നാമത്തത് സഭ ശരീരമെന്നും, രണ്ടാമത്തെ സഭ മന്ദിരമെന്നും, മൂന്നാമത്തെ സഭ മർമ്മമെന്നും, ഇങ്ങനെ ഓരോ അധ്യായങ്ങൾ സഭ എന്തെന്ന് പറഞ്ഞു വരുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു സഭ ഒരു മന്ദിരമാകുന്നു. സഭ ഒരു മന്ദിരമെന്ന. സഭ മന്ദിരം എന്ന് പറയുമ്പോൾ എന്നിട്ട് ഉറപ്പ് വരും സഭ എന്താ? കെട്ടിടമാണോ? അല്ല. പിന്നെയോ 1 കൊരിന്ത്യർ ലേഖനം 3-16 വിളിച്ചു പറയുന്നു നിങ്ങൾ നിങ്ങൾ ദൈവത്തെ മന്ദിരമെന്ന്. കണ്ടേ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്യാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും. അപ്പോൾ ഓർക്കുക, എഫെസ്യ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം സഭ ശരീരം, 2-ാമത്തെ അധ്യായം സഭ മന്ദിരം. സഭ മന്ദിരമെങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുക ആ മന്ദിരമ സഭയാരാ? ഞാനും നിങ്ങളുമാ. അത് ഞാനും നിങ്ങളുമാ. അപ്പോൾ സഭയായി എന്നെ തകർക്കാൻ ഒരുവൻ എഴുന്നേറ്റാൽ തോറ്റുപോകുമെന്ന് പരിശുദ്ധാത്മാ കൈമാറുകയാ. ഉടലാം ഇന്നു പകത്തൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നാം ആരാ? സഭയാകുന്നു. ഹല്ലേലൂയ. സഭയാകും. നാം ഒരു സഭയാ. ഹല്ലേലൂയ. ഇപ്പൊ കെട്ടിടമല്ല സഭ. അതൊരു നമുക്ക് ഇരിക്കാൻ ആരാധിക്കാൻ ഒരുങ്ങപ്പെട്ട ഇടം മാത്രമേ ഉള്ളൂ. കർത്താവിന് വരെ സഭയെ ചേർക്കാണ് വരുന്നത്. എന്ന് വെച്ചാൽ കെട്ടിടമെന്ന സഭയല്ല. പിന്നെയോ നമ്മളായിരിക്കുന്ന സഭയെ ചേർക്കാന് കർത്താവ് വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കുക, സഭ നമ്മളാകുന്നു. ഞാൻ ഇനി അതിനകത്ത് ആഴത്തിലൊക്കെ ഇറങ്ങുന്നില്ല. ഹല്ലേലൂയ. ചിന്തനയ്ക്ക് വരാം. അപ്പോൾ സഭയായ നമ്മെ പീഡിപ്പിക്കേണ്ടതിന് പിശാച് കരം നീട്ടുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ചിലരെ പീഡിപ്പിക്കുവാൻ കരം നീട്ടി എന്ന് വചനം പറയുന്നു. അടുത്തപ്പോൾ ഇങ്ങനെ അപ്പോസ്തലപ്രവൃത്തി പറയുകയാണ്, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. കണ്ടേ, യെരൂശലേമെന്ന ദൈവസഭയുടെ അകത്ത് ഒരു യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ഒരഭിഷക്തനെ പീഡിപ്പിക്കാൻ, ചിലരെ പീഡിപ്പിക്കേണ്ടതിന് അതിൽ ഒരാൾ യാക്കോബായിരുന്നു. യാക്കോബ് എന്ന് പറയുന്ന പത്തനെ അവർ തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇനി താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും എന്താണ് യാക്കോബിനെ കൊല്ലുകയും അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടിട്ട് അവർ പത്രോസിനെ പിടിച്ചു. കണ്ടേ, ആ കുഞ്ഞെ യാക്കോബിനെ കൊന്നപ്പോൾ അവിടെ കൂടിയിരുന്ന യഹൂദന്മാർക്കത് ഇഷ്ടമായി തോന്നി, യഹൂദന്മാർക്കത് പ്രസാദമായി തോന്നി, യഹൂദന്മാർക്കത് നല്ലതായി തോന്നി. അതുകൊണ്ട് ഇനി അവർക്ക് സന്തോഷം കൂട്ടാൻ, ഇനിയും അവർക്ക് തൃപ്തി വരുത്തേണ്ടതിന് പത്രോസ് എന്ന് പറയുന്ന പത്തനെ പിടിച്ചു. സഭയെ തകർക്കുമ്പോൾ, അല്ല സഭയെ നമ്മെ ഉടയ്ക്കുമ്പോൾ ചിലർക്ക് പ്രസാദം തോന്നും കേട്ടോ. നിന്റെ തലമുറ തകരുന്നത് പ്രസാദമാ, നിന്റെ കുടുംബം തകർ പ്രസാദമാ, നിന്റെ സഭ തകർ പ്രസാദമാ. നിന്നിലൂടെ നഷ്ടപ്പെടുന്നത് ചിലർക്ക് പ്രസാദമായി തോന്നുന്നുവെന്ന് നിന്റെ തകർച്ച കാണേണ്ടതിനായി, നിന്റെ തകർച്ച കാണേണ്ടതിനായി കാത്തിരിക്കുന്നൊരു നടുവിൽ പരിശുദ്ധൻ വിളിച്ചു പറയുക, നീ തകരുകയല്ല, തകരുന്നതിനനുസരിച്ച് നീ പണിയാൻ തുടങ്ങാൻ പോകുക. അടഗമനം ജനാധാരകൽക്കവാനഗതിയ പ്രാർത്ഥിക്കുന്ന യാക്കോബ് തകർന്നപ്പോൾ കണ്ടേ, ഹല്ലേലൂയ, അവ പ്രസാദം തോന്നിയ ജനത്തിന്, വ്യക്തികൾക്ക് വീണ്ടും പ്രസാദം തോന്നേണ്ടതിന് പത്രോസിനും പിടിച്ചെന്ന്. നിന്റെ തകർച്ചയ്ക്ക്, നിന്റെ ഇല്ലായ്മകൾക്ക്,
നിന്റെ നഷ്ടപ്പെടലിന്, നിന്റെ തലമുറയുടെ ഹല്ലേലൂയ വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് ഉരുകിരിക്കുന്ന പ്രിയരെ, ഇന്നിപ്പോൾ ആത്മാവ് ദൂത് പറയുന്നു, തലമുറയ്ക്കൊരു വഴികൾ തുറക്കാൻ പോകുക. അല്ലാക്കാമന തലമുറകൾക്കൊണ്ട് വഴി തുറക്കാൻ പോകുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താ ജയമെടുത്തു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുക. അങ്ങനെയെങ്കിൽ എന്തിനാ പത്രോസിനെ പിടിക്കാനുള്ള കാരണം? പത്രോസ് തെറ്റ് ചെയ്തുകൊണ്ടാണോ? അല്ല. പത്രോസിന് ഹല്ലേലൂയ അവര് എന്തിന് മാനുഷികമായി ദേഷ്യം എന്തിനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ പത്രോസിനെ പിടിച്ചേ? യാക്കോബിനെ കൊന്നത് കണ്ടവർക്ക് പ്രസാദമായി, അതുകൊണ്ട് പത്രോസിനെ പിടിച്ചു എന്ന് വെച്ചാൽ കാരണം കൂടാതെ പിടിച്ചെന്ന്. കാരണം കൂടാതെ പിടിച്ചത്. നീ ചെയ്യാത്തത്, നീ പറയാത്തത്, നീ പ്രവർത്തിക്കാത്തത് ചെയ്തുവെന്നും പറയാത്തത് പറഞ്ഞുവെന്നും പ്രവർത്തിക്കാത്ത പ്രവർത്തിച്ചുവെന്നും ചിന്തിക്കാത്ത ചിന്തിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് നിരൂപണിച്ച് ഹല്ലേലൂയ. നിന്നെ പിടിച്ചുകെട്ടി ഇന്ന് പകൽ നീ ചെയ്യാത്തതൊക്കെ നിന്റെ മേലിട്ട അപവാദം വരുത്ത മേഖലകളെ പരിശുദ്ധാത്മ ഇന്ന് പകൽ വെട്ടുകയെന്ന് ആത്മാദൂത് പറയുന്നു. അൽക്കാമന. ഈ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ ഈ പൗലോസിനെ ഒന്ന് തൊടേണ്ടതായിട്ടുണ്ട്. പൗലോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായത്തിൽ പൗലോസിനെ അണലി പറ്റിയതിനു ശേഷമുള്ള കാര്യം പറയുന്നു. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബറവരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞ് അവന് ആ ജന്തുവിനെ കുടഞ്ഞു കളഞ്ഞ് ദോഷമൊന്നും പറ്റിയില്ല, അവൻ വീർക്കുകയോ ചത്തി വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നുവെന്ന്. അപ്പോൾ പൗലോസ് ആരാ? ഒരു കൊലപാതകനും. നിങ്ങൾ വായിച്ച അധ്യായങ്ങളിൽ നിങ്ങൾ പറഞ്ഞാൽ പൗലോസിന്റെ ആരംഭ കാലഘട്ടത്തിൽ ശൗൽ എന്ന് പറയുന്ന ശൗൽ എന്ന് പറയുന്ന ഒരു അധികാരി ഹല്ലേലൂയ ജനത്തെയും സഭയും ഉപദേശിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സ്വന്തം ഇഷ്ടത്താലല്ല, തനിക്ക് കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച്, തനിക്ക് കൊടുക്കുന്ന അധികാര പത്രമനുസരിച്ചായിരുന്നു ഹല്ലേലൂയ ജനത്തെയും അഭിഷക്തന്മാരെയും സഭയും ശൗലിനെ വ്യക്തി പീഡിപ്പിച്ചത്. ഹല്ലേലൂയ. ക്രിസ്തീയ ചരിത്രത്തിൽ ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസ് എന്ന് പറയുന്ന ഒരു ഭക്തനായിരുന്നു. ക്രിസ്തീയ ചരിത്രത്തെ ആദ്യത്തെ രക്തസാക്ഷി. അങ്ങനെയെങ്കിൽ സ്തെഫാനോസ് എന്ന് പറയുന്ന ഭക്തൻ മരിക്കും മുമ്പേ ആ വസ്ത്രത്തെ എന്ന് വെച്ചാൽ സ്തെഫാനോസിന്റെ വസ്ത്രത്തെ കരത്തിൽ പിടിച്ചുകൊണ്ടൊരു വ്യക്തിയായിരുന്നു ശൗൽ എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. തനിക്ക് ആ കാലഘട്ടത്തെ എല്ലാരെയും പീഡിപ്പിച്ചിട്ടുണ്ട്, എല്ലാരെയും കൊന്നിട്ടുണ്ട്. അത് ഹല്ലേലൂയ അത് താൻ തെറ്റ് ചെയ്തല്ല, മറിച്ച് നിയമമനുസരിച്ചാണ് കൊന്നത്. അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ എനിക്ക് പറ്റുകയില്ല. പക്ഷേ ഹല്ലേലൂയ തമ്പൂരാൻ എന്തു ചെയ്തു? സഭയ്ക്ക് നേരെയും അഭിഷക്തന്മാർക്ക് നേരെ പിടിപ്പിച്ച ശൗലിനെ 9-ാമത്തെ അധ്യായത്തിൽ ഒതുക്കി നിർത്തി. ഹല്ലേലൂയ. പിന്നീടുള്ള അധ്യായങ്ങളിൽ പൗലോസിനെ തമ്പുർ ഒരുക്കി 21 ലേഖനങ്ങളിൽ ഹല്ലേലൂയ 13 ലേഖനം എബ്രായ ലേഖനങ്ങൾ കൂട്ടി 13 ലേഖനങ്ങൾ എഴുതി തീർത്ത ഒരു പൗലോസ്. ഒന്നും കൂടെ പറഞ്ഞാൽ സഭയെ തകർത്തവരെ കൊണ്ട് തന്നെ സഭയുടെ ആരംഭം കുറിപ്പിച്ച, സഭയുടെ അടിത്തറയിട്ട ഒരാസ്ഥാപന മനുഷ്യൻ.
മൂന്നാം സ്വർഗം വരെ ഉണ്ട് എന്ന് തെളിയിച്ചൊരു മനുഷ്യൻ. ഒന്നും കൂടെ പറഞ്ഞാൽ എന്നെ നിര്യാണ കാലമെടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചു. ഇന്നിപ്പോൾ ഉറപ്പുള്ള മനുഷ്യൻ, കർത്താവിന് കൂടെ നടന്ന 12 ശിഷ്യന്മാർക്ക് പോലും ഇല്ലാത്തൊരു ഉറപ്പ് പൗലോസ് പറയും, ഞാൻ ഓട്ടം തികച്ചെന്ന്, ഞാൻ വിശ്വാസം കാത്തെന്ന്, നീതിയുടെ കിരീടം എനിക്ക് വെച്ചുവെന്നല്ല, വെച്ചിരിക്കുന്നുവെന്ന, ലഭിക്കുമെന്നല്ല, ലഭിച്ചിരിക്കുന്നുവെന്ന ഉറപ്പുള്ള ഒരു മനുഷ്യൻ. ഇതുപോലെ കഷ്ടം വഹിച്ച, ഇതുപോലെ ഉപദ്രവിക്കപ്പെട്ട യേശുവിന് 39 അടിയ കൊണ്ടെങ്കിൽ പൗലോസ് 10-ന് 39 അടി 5 തവണ കൊണ്ടാണ് വചനം പറയുന്നേ. പൗലോസ് സഹിച്ചതത്രയും യേശു കൂടെ നടന്ന മറ്റൊരു ശിഷ്യന്മാര് സഹിച്ചിട്ടില്ല. ഓർക്കുക, ഈ ശൗലെന്ന വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് പൗലോസാക്കി മാറ്റി. ഹല്ലേലൂയ. പൗലോസാക്കി മാറ്റി. അല്ലെങ്കിൽ വേർതിരിച്ചപ്പോൾ അതിനുശേഷം പൗലോസ് ആരെ കൊന്നതായി പറയുന്നില്ല, മറിച്ച് ചത്തുപോയ പലരെയും അവൻ ഉയർപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയ പലരെയും പൗലോസ് ഉയർപ്പിച്ചിട്ടുണ്ട്. ചത്ത് കടന്നിട്ടും കൊന്നിട്ടും ചാകാത്തൊരു വ്യക്തി. ഷൽക്കാമന. വീണ്ടും ആവർത്തിക്കുന്നു, ചത്ത് കടന്നിട്ടും ചത്ത് കൊന്നിട്ടും ചാകാതെ എഴുന്നേറ്റ് വന്നൊരു വ്യക്തി, അത് പൗലോസാ. എന്താ അത്? നിങ്ങൾ അപ്പോസ്തലത്തിൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ചില സുവിശേഷ വിരോധികൾ പൗലോസിനെ കൊന്ന് അടിച്ചുപദ്രവിച്ച് ചത്തതുറപ്പാക്കി പട്ടണത്തിൽ വെളിക്കൊണ്ട് കളഞ്ഞു. അടുത്ത ദിവസത്തെ വേദിയിൽ കൊന്നവൻ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അന്നത്തെ ഗസ്റ്റ് പ്രസംഗൻ അപ്പോസ്തലൻ പൗലോസ് ആയിരുന്നു. ഇന്നലെ കൊന്നവൻ, ഇന്നലെ ചത്തത് ഉറപ്പാക്കിയവൻ ആന്റെ പ്രസംഗവേദി പ്രസംഗിക്കുന്നു. ചത്തട്ടും ചാകാതെ എഴുന്നേറ്റ് വന്നൊരു മനുഷ്യൻ. ഒരു ദൂത് പറയാ, നിനക്കൊരു വാക്തത്വമുണ്ടോ? തകരത്തില്ല. നീ നടന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു പറഞ്ഞാൽ നീ നടന്ന് തന്നെ പ്രാപിക്കും. ഇരുത്താൻ തമ്മിൽ അനുവദിക്കത്തില്ല. ഓടി അനുഭവം പ്രാപിക്കുന്നു പറഞ്ഞാൽ ഓടി തന്നെ നീ നന്മ പ്രാപിച്ചെടുക്കും, നടന്ന് പ്രാപിക്കുകയില്ല. എന്ന് വെച്ചാൽ ആത്മാവ് നിന്നോട് പറയുന്നോ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഒരാൾക്കാർ വാഴ്ചത്വമുള്ളവന് മരണമില്ലെന്നേ. വാഴ്ചത്വമുള്ളവൻ ഹല്ലേലൂയ ഒരു വാഴ്ചത്വം തീരുന്നതുവരെ, അവന് കൊടു നിയോഗം തീരുന്നതുവരെ അവൻ നിൽക്കാനിടയാകും. ഷൽക്കാമന. അങ്ങനെയെങ്കിൽ കൊലപാതകം ചെയ്യാതെ അപവാദമില്ലാത്ത പൗലോസ് കൊലപാതകം ചെയ്തെന്ന് ഒരു അപവാദം കൊണ്ടിട്ടതുപോലെ കൈമാറുക. ചെയ്യാത്ത കാര്യങ്ങൾ, പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾ ചെയ്തുവെന്നും പ്രവർത്തിച്ചതും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപവാദങ്ങളെ വരുത്തുന്ന അപവാദങ്ങളെ അഭിമാനമാക്കുവാൻ നമ്മുടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഞാൻ വേഗതയോടെ പോകട്ടെ. അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരു പ്രസാദം തോന്നേണ്ടതിനായി പത്രോസ് എന്ത് ചെയ്തു? പിടിച്ചു. 4-ാമത്തെ വാക്യം പറയുന്നു, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച തടവിലാക്കി അവനെ കാപ്പാൻ 4 സേവകന്മാർ ഉള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഓർക്കുക, പിറ്റേന്ന് ജനത്തിന്റെ മുമ്പാകെ നിർത്തി ഇവനെ അപമാനിക്കേണ്ടതിന് പദ്ധതി ഒരുക്കുമ്പോൾ 4 ചേകവന്മാരിൽ 4 കൂട്ടത്തിൽ പത്രോസിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 5-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് പകൽ
സഭയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭയെ എന്തുകൊണ്ട് യാക്കോവിന്റെ ശിരസിൽ വാള് കയറാൻ സമയമായപ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? യാക്കോവിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ, വാള് യാക്കോവിൽ കേറത്തിലായിരുന്നു. പക്ഷെ എന്തു സംഭവിച്ചു? ഇവരെന്നോട് പറയും, ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ യാക്കോവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നെ എന്തുകൊണ്ട് യാക്കോവിന് വാള് കയറി? ഒറ്റർത്ഥം, ശ്രദ്ധയില്ലായിരുന്നു. എന്ന് വെച്ചാൽ പ്രാർത്ഥന ഗൗരവമെടുത്തില്ല. പ്രാർത്ഥിക്കാൻ ഒരു വിഷയം തന്നു, അതുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ ഒരു വിഷയം തന്നതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതല്ലാതെ അതിന്റെ വലിപ്പം അറിയാതെ, അതിന്റെ ആഴമറിയാതെ പ്രാർത്ഥിച്ചില്ല. ഇന്നു പകൽ നിങ്ങളുടെ കരുത്തകത്ത് ആയിരക്കണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ കൈ കിട്ടിക്കാണും. ഈ പ്രസംഗത്തിന് മുമ്പ് നിങ്ങളും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ തന്നെയാകുന്നു. ഹല്ലേലൂയ. നാം പല വിഷയങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാകുന്നു. ഹല്ലേലൂയ. പക്ഷേ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം പ്രിയരെ? ശ്രദ്ധയോടെ ആയിരിക്കും. പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. പിന്നെയോ പ്രാർത്ഥന ശ്രദ്ധയോടെ ആയിരിക്കണം. എന്ന് വെച്ചാൽ നാം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന പോലെയാ പ്രാർത്ഥന. എന്ന് വെച്ചാൽ വാഹനം ഓട്ടിക്കുന്നവർ ശ്രദ്ധ മാറി ഓട്ടിച്ചാൽ എവിടെങ്കിലും പോയി ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപകടം വലിപ്പമുള്ളതാ, അപകടം സംഭവിക്കും. അപ്പോൾ ഓർക്കുക, യാത്ര പോലെ പ്രാർത്ഥന ശ്രദ്ധയില്ല എങ്കിൽ എവിടെങ്കിലും ഇടിച്ചു കയറും. എന്ന് വെച്ചാൽ തകരാൻ ചാൻസ് ഉണ്ടെന്നാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എവിടെ ഇടിച്ചു കയറാനുള്ള പ്രാർത്ഥനയാകരുത്, എവിടെങ്കിലും കൊല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാകരുത്. ശ്രദ്ധയേറിയ എന്ന് വെച്ചാൽ ഒരു വാഹനം ഓട്ടിക്കുന്നത് പോലെ എതിരെ വാഹനമുണ്ട്. ഞാൻ ഓട്ടിക്കുന്ന വാഹനം ശ്രദ്ധ തെറ്റിയാൽ, എന്റെ കണ്ണ് തെറ്റിയാൽ, എന്റെ കൈയുടെ ലെവല് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇടി എനിക്ക് ലഭിക്കാനിടയാകും. വരുന്നവനും അപകടമാ, എനിക്കും അപകടമാ. ഇന്നുപ്പാലല്ല, മുന്നോട്ട് ചലിക്കപ്പെടുമ്പോൾ ശ്രദ്ധയുണ്ടാകണമെന്ന. ഹല്ലേലൂയ. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്ക്. ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അത് ഗൗരം മനസ്സിലാക്കി പ്രാർത്ഥിക്ക്. ഞാൻ വിളിച്ചു പറയാം, ഗൗരം മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് എന്നോട് ആലോചന പറയുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാം പ്രാർത്ഥിക്കാൻ അറിയാം, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാ. മണിക്കൂറോളം പ്രാർത്ഥിക്കും പ്രിയരെ. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചുവെന്നല്ല, ഹല്ലേലൂയ, എത്ര ടൈം പ്രാർത്ഥിച്ചുവെന്നല്ല, ഒരു ദിവസം എത്ര ദിവസം പ്രാർത്ഥിച്ചുവെന്നല്ല, നിന്റെ പ്രാർത്ഥന ശ്രദ്ധയുണ്ടോ എന്ന, നിന്റെ പ്രാർത്ഥനകത്ത് ശ്രദ്ധയുണ്ട് എന്ന് വെച്ചാൽ ഒരു വിഷയം പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അതിന് പൂർണ്ണമായി ആത്മാവിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒരു ബിന്ദു കേന്ദ്രീകരിക്കുന്നത് പോലെ ഒരു വിഷയത്തോട് ആഴമായി കേന്ദ്രീകരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം പറയാം, എങ്ങനെയാ ഒരു പ്രവാചകനാകുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നത്? പ്രിയരെ, പറയുന്ന എനിക്കും നിങ്ങൾക്കും ദൈവശബ്ദം കേൾക്കാം. എങ്ങനെ കഴിയും ദൈവദാസനെ? പറയാം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്ക്. ഒരു വിഷയം ശ്രദ്ധയോടെ പ്രാർത്ഥിക്ക്, അതിൽ മാത്രം കേന്ദ്രീകരിക്കുക. ആ വിഷയം പ്രാർത്ഥിക്കാതെ പുറത്തൊരു വിഷയം എടുക്കരുത്. ആ വിഷയം തന്നെ പിടിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ, അതിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ബന്ധത്തിൽ തന്നെ ദൈവശബ്ദം നിങ്ങൾ കേൾക്കാൻ കഴിയും. ദൈവം നിങ്ങളോട് ഇടപെടാൻ കഴിയും. ഇത് പ്രവചനത്തിനൊരു ശൈലിയാണ്. ഇതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ
ദൈവവചനം കേൾക്കാനുള്ള ഒരു കാൽ നമുക്ക് ഉണ്ടാകാൻ ഇടയാകും. സ്തോത്രം ചെയ്യുക. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനക്കുറവ് തന്നെയാ, ഈ ശ്രദ്ധയില്ലായ്മ തന്നെയാ യാക്കോവിന് ഇത് സംഭവിച്ചത്. ഇവർ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ പറയാം, അപ്പോസ്തലന്മാർ യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, പൗലോസ്, ഇവർ 4 പേരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൗലോസിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് പൗലോസിനെ കുറിച്ച് അറിയപ്പെടുന്നത്. പത്രോസ് പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടും. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടും. എങ്കിൽ യാക്കോബ് പ്രാർത്ഥനയുടെ അപ്പോസ്തലനാ. ഇപ്പൊ യാക്കോബ് ആരാ? പ്രാർത്ഥനയുടെ അപ്പോസ്തലനാ. ഇപ്പൊ സഭ ചിന്തിച്ചു കാണാം, യാക്കോബ് ഒരു പ്രാർത്ഥന മനുഷ്യനല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല, പുറത്തു വരും, ഇവനൊരു യാതൊരു കേടുപറ്റത്ത് പുറത്തു വരും എന്ന് ചിന്തിച്ച് ഗൗരവമില്ലാതെ വിഷയമേറ്റെടുത്തപ്പോൾ ഗൗരം ഇല്ലാത്ത തലത്തിൽ, പ്രതീക്ഷിക്കാത്ത തലത്തിൽ അനർത്ഥം സംഭവിച്ചു. യാക്കോ മരിച്ച വാർത്ത പ്രാർത്ഥന മുറിയിൽ സഭ കേൾക്കാനിടയായി. അതിനുശേഷം പത്രോസിനെ പിടിച്ചപ്പോൾ ഇവർക്ക് പിടികിട്ടി, ഇനി പ്രാർത്ഥനയിൽ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ യാക്കോബ് മരിച്ചതുപോലെ, യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെ കൊല്ലും. പത്രോസിനെ കൊല്ലും. അങ്ങനെയെങ്കിൽ എന്റെ പ്രാർത്ഥന രീതി ഒന്ന് മാറ്റണം. നമ്മുടെ ഈ വിഷയത്തിന് മറുപടി കിട്ടില്ല പ്രിയരെ. പ്രാർത്ഥന രീതി മാറ്റ അൽക്കാമന. നമ്മളെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലേ? പ്രാർത്ഥന രീതി ഒന്ന് മാറ്റ. യാക്കോബിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെയല്ല സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെയോ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുവെന്ന്. പത്രോസ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുവെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഞാനൊരു ഒരു വ്യക്തിയെ വേഗതയോടെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റേ ആരുമല്ല, നസ്രനായ യേശു കർത്താവ് തന്നെയാകുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ വചനം പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ഗെത്സമനയിലുള്ള ഒരു പ്രാർത്ഥന രീതി ഇങ്ങനെയാണ്. ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കണ്ടേ, യേശുക്രിസ്തു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. മരണം മുന്നിൽ വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ കൊടുത്തൊരു പത്തൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ. ഹല്ലേലൂയ. ചെയ്യാത്തതല്ല പറയുന്നേ, ചെയ്യുന്നതാ പറയുന്നേ. പ്രവർത്തിക്കാത്തല്ല പറയുന്നേ, പ്രവർത്തിക്കുന്നതാ പറയുന്നേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു പ്രാണവേദനയിലും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുവെന്ന്. അപ്പോൾ ഓർക്കുക, മരണത്തിന്റെ മുമ്പിലും പ്രതിസന്ധിയുടെ നടുവിലും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ വീഴുന്ന കൃപ അസാധാരണമാണ്. ഇന്ന് തട്ടിപ്പ്, ഇന്ന് നീ മരിക്കുമെന്ന് പറഞ്ഞാൽ, അല്ല ഇന്ന് നിനക്കൊരു അനർത്ഥം സംഭവിക്കുന്നു പറഞ്ഞാൽ, അതിനെ ഓർത്ത് പേടിക്കാതെ ശ്രദ്ധയോടെ പ്രാർത്ഥന കൈവിടാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മറുപടി നിശ്ചയമാ. ഞാനൊരു വിഷയം പറയാം, ഒരു അനുഭവം പറഞ്ഞ് വേഗതയോടെ ദൂതുകൾ കൈമാറി, ഇനി ദൂതുകൾ മാത്രം കൈമാറി. ഇപ്പൊ ഒരു അനുഭവം പറയാം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശുശ്രൂഷ ഫീൽഡിൽ ആയിരിക്കുന്ന ആ കാലയളവിൽ 2014 അവസാനത്തെ മാസത്തിൽ ഞാൻ ആദ്യമായി എന്റെ ഉപവാസം ആരംഭിക്കുക. ആദ്യമായി എന്റെ ഉപവാസം ആരംഭിക്കുന്നത് 3 നിന്നല്ല, 40 നിന്നാണ് എന്റെ ആദ്യത്തെ ഉപവാസം ആരംഭിക്കുന്നത്. അത് തൃശ്ശൂരുള്ള പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത്
ജിൻഡു എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ കീഴിലാണ് ഞാൻ നാൽപ്പതിരിക്കുന്നത്. പുള്ളിയുടെ മാതാവ് എന്നോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. അനുഭവം ഇങ്ങനെയാണ്, ഈ അഭിഷക്തൻ എല്ലാ വർഷവും 40 ഇരിക്കാറുണ്ട്. 40 ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ 40 ഇരിക്കുന്ന പ്രശ്നം ആദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത്. കാരണം എന്നുവെച്ചാൽ ഉപാസി സാധാരണ ഇരിക്കുന്ന പോലല്ല, താൻ ഇരിക്കുന്ന പ്രത്യേകത. ആ 40 ദിവസത്തിനകത്ത് ഫേസ്ബുക്ക് കട്ട്, ഹല്ലേലൂയ, എല്ലാ ഫോണെല്ലാം കട്ടാക്കും, സ്വിച്ച് ഓഫ് അല്ല, ഫോണെല്ലാം ഓഫ് ആക്കും. പുള്ളിയെ വിളിച്ചാൽ പോലും ആ 40 ദിവസം കിട്ടുകയില്ല, 40 ദിവസം കിട്ടുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്റെ സഭയുടെ സെൻട്രൽ പാസ്റ്റർ തന്നെ കാണാൻ വീട്ടിൽ വരികയും പ്രിയ അമ്മ ജിൻഡുമോനെ അറിയിക്കുന്നില്ല, പ്രിയ അഭിഷേകത്തെ അറിയിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയ അഭിഷേകത്തിന് ശബ്ദം കേൾക്കുന്നുവെങ്കിലും സെൻട്രൽ ഭാഷ ആണെന്ന് പറഞ്ഞ് വെളിയിറങ്ങി വന്നില്ല. പുള്ളി 1 മണിക്കൂറോളം ജിൻഡു അഭിഷേകത്തിനെ കാത്തിരുന്നിട്ട് സെൻട്രൽ പാഷ് തിരിച്ചുപോയി. സെൻട്രൽ പാഷ് വന്നിട്ടും പ്രിയ അഭിഷേകൻ പ്രാർത്ഥന റൂമിൽ നിന്ന് വെളിയിലിറങ്ങിയില്ല. കാരണം സെൻട്രൽ പാസ്റ്റിനേക്കാളും മേലധികാരിയോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ സെക്രട്ടറി വന്നാലും സംസാരിക്കാൻ പോകണ്ട. ഹല്ലേലൂയ. ഞാൻ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയോടാ എന്നതുപോലെ പ്രധാനപ്പെട്ട ആൾ വന്നിട്ട് ഇറങ്ങിപ്പോയില്ല. അതിനേക്കാൾ മേലധികാരിയോട് അഭിഷേകം സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലെ, എനിക്ക് വളരെ ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. ഇത്രയും വലിയ ആൾക്കാർ വന്നിട്ടും ഹല്ലേലൂയ പുള്ളി പ്രാർത്ഥന റൂമിൽ നിന്ന് ഇറങ്ങിയില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇതിൽ നടന്ന അനുഭവം പറയാം. അഭിഷേകം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് തൊട്ടു മുമ്പ് വടക്കിന്ത്യയിൽ ഒരു മീറ്റിംഗ് ഡേറ്റ് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. 40 ദിവസം കഴിഞ്ഞിട്ട് ആ മീറ്റിംഗിൽ പോകാൻ 40 കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ താൻ ഒമിറ്റ് ചെയ്യുകയും, അതുകൊണ്ട് താൻ ബ്രെഡും പാലും പാലും ബ്രെഡും കഴിച്ചിട്ട് താൻ വടക്കിന്ത്യയിലേക്ക് ആ മീറ്റിംഗിൽ കടന്നുപോയി. അവിടെ പോയി താൻ പുൽപ്പിറ്റ് കയറി പ്രസംഗിക്കാൻ തുടങ്ങി. മൈക്ക് സെറ്റ് എടുത്തിട്ട് മൈക്കെടുത്ത് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞപ്പോൾ 1 മണിക്കൂർ ആരാധന. ഹല്ലേലൂയ. ഒറ്റ മണിക്കൂറിൽ ആരാധന വെളിപ്പെട്ടത് വലിയ പ്രസംഗത്തിൽ, ചിന്തയിലല്ല, ദൂതയല്ല, ഒറ്റ ഹല്ലേലൂയയില്. ദുരാത്മാക്കൾ ഇളകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഒരറ്റത്ത് മറൊറ്റ തെറിച്ചൊരാൾ പൊങ്ങി വരുന്നു. ഹല്ലേലൂയ. അന്ന് അവിടെ നിന്ന് മൈക്ക് സെറ്റ് മൊത്തം അടിച്ചുപോയി. ഹല്ലേലൂയ. അത്രയും പവറിങ് അതിനകത്ത്. ഞാൻ പറഞ്ഞു വന്നത്, ശ്രദ്ധയേറിയ നമ്മളൊരു വിഷയത്തിൽ ഇരുന്നാൽ ആ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങിയാൽ അല്ല നിന്റെ പ്രാർത്ഥന വെളിപ്പെടുന്ന അഭിഷേകമുണ്ട്. പറഞ്ഞു വന്നത് യേശുവിന്റെ പ്രാർത്ഥന അല്ല, ഗെത്സമനയിലെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഗെത്സമനയിലെ പ്രാർത്ഥന പഠിക്കും 3 തലത്തിൽ പ്രാർത്ഥനയുണ്ട്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പിന്നെ ഒരിക്കൽ യേശു ഗെത്സമനയിലുള്ള 3 പ്രാർത്ഥന രീതികൾ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഈ ദൂതിലേക്ക് പെട്ടെന്ന് വരാം. എങ്കിൽ ഇതുപോലെ യേശു പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ശ്രദ്ധ കളയുന്ന തലത്തിൽ പ്രതിസന്ധി നേരിട്ടാൽ നിന്റെ ശ്രദ്ധ പോകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. ആ ശ്രദ്ധ പോകുന്ന തലത്തിൽ വിഷയങ്ങൾ നേരിട്ട് വന്നാലും നീ ഇരിക്കുന്ന വിഷയത്തിലേക്ക് നീ അടിയുറച്ചിരിക്കണം, തെന്നി മാറിപ്പോകരുത്. ഇതാണ് യേശു പഠിപ്പിക്കുന്ന ഒരു രീതി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ യാക്കോബിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അല്ല ആര് സാപ്പ പ്രാർത്ഥിച്ചത്, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുവെന്ന്. ഇനി ഈ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ നടന്ന ചില സംഭവങ്ങൾ താഴെ കുറിക്കുകയാണ്. എന്താണ്? ഹേരോദ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന് തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. കണ്ടേ, ബന്ധിക്കപ്പെട്ട് കാരകത്തിൽ കിടക്കുമ്പോഴും ടെൻഷനില്ലെന്ന് കാമനാദിയ. നാളെ ജനത്തിനു മുമ്പിൽ നിർത്തൽ ഭാവിച്ചിരിക്കുക, അപമാനം നാളെ ഏൽക്കും. പത്രോസിന്റെ തല നാളെ എന്റെ മരണമെന്ന് ഉറപ്പുണ്ടായിട്ടും
പത്രോസ് ഉറങ്ങുകയാ. കാരണം എന്തെന്നറിയാമോ? പത്രോസിനെ കുറിച്ച് പറയുന്നു, പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നാകുന്നു. അലമനാദിയ. പ്രത്യാശ എന്ന് വെച്ചാൽ കാരാഗരത്തിൽ ഒതുങ്ങാൻ സമയമായിട്ടില്ല. എന്റെ ശിരസ് കൊണ്ടല്ല ഞാൻ മരിക്കാൻ പോകുന്നത്. നാഥാരാധിയ. പത്രോസ് തല കീഴയ മരിച്ചെന്ന വചനം പറയുന്നേ, തല കീഴെ കുരിശിച്ചെന്ന് വചനം പറയുന്നേ. തലയുണ്ട്, തലയുണ്ട്, തലയുണ്ട്. അങ്ങനെയെങ്കിൽ തല കീഴെ ക്രൂശിച്ച് മരണപ്പെടുമെന്ന ഒരു ദൂത് ഇവരിൽ കിടപ്പുണ്ടെങ്കിൽ നിന്റെ ശരീരത്തു നിന്ന് നിന്റെ തല പോകുകയില്ല. ഇന്ന് പകൽ നിന്നിൽ കേട്ട ദൂതെന്താ പ്രിയരെ? നിങ്ങളോട് പറ ദൂതെന്താ? ആ ദൂത് അടിസ്ഥാനത്തിൽ വിടുതടക്കത്തുള്ളൂ. അതിനപ്പുറം ശത്രു എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലോ പദ്ധതിയിൽ പരാജയപ്പെടുമെന്ന് ദൈവാത്മാവരുടെ ആലോചന പറയുക. ലേഖാന ഹത്തരാറാലാമണിയ ശേഖേതരാലിഗതി. വേഗതയോടെ വാക്കുകൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അല്ലല്ല, നീ ആശയം മാത്രം പറഞ്ഞു പോകാം. ആ പത്രോസ് എന്ത് ഒന്ന് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന അകത്തള ദൂതൻ പ്രത്യക്ഷനായി അറയിൽ വെളിച്ചം ഉദിച്ചു. അവനെ വിലാപോർത്തതിന് തട്ടിയപ്പോൾ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചങ്കരങ്ങൾ സ്വയമേ വീണു. കണ്ടേ, നീ അഴിക്കാതെ അഴിയപ്പെടുക, നീ അഴിക്കാതെ അഴിയപ്പെടുക. എഴുന്നേൽക്കാൻ സമയമാകുമ്പോൾ, ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ നടുവിൽ എഴുന്നേൽക്കാൻ സമയമാകുമ്പോൾ അഴിയേണ്ടത് നീ പോലും പറയാതെ, നീ പോലും കൽപ്പിക്കാതെ, അഴിയുക എന്ന് പറയാതെ തന്നെ അഴിയുന്ന ഒരു അഭിഷേകം നിന്റെ അറയിലകത്ത് വെളിപ്പെടുകയാണ്. അപ്പോൾ ഓർക്കുക, അറയിൽ നിന്ന് എഴുന്നേറ്റു, അരകട്ടി ചെരിപ്പിട്ട് പുതപ്പ് മൂടി ദൂതനെ പുറകെ സഞ്ചരിക്കുന്നു. 1-2 കാവൽക്കൂട്ടം കടന്ന് ജയിലുകൾ തുറന്നുകൊണ്ട് പട്ടണത്തിൽ വന്ന് വന പറയുന്നു. പട്ടണത്തിലെ വാതിൽ സ്വയമേ തുറന്നു. 1-2 കവാടങ്ങൾ ദൂതൻ തുറന്നു കൊടുത്തെങ്കിൽ പട്ടണത്തെ കവാടം ദൂതൻ തുറന്നില്ല, സ്വയമേ തുറന്നു. നീ പറയാ തുറക്കും, നീ പറയാതെ അഴിയപ്പെടും. നീ പറയാതെ തുറക്കപ്പെടും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മ എന്നോട് പറയുന്നു, തുറക്കാൻ അപ്പൊ ഇന്ന് പോലെ ഓർക്കുക, ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ നടുവിൽ നിന്റെ പ്രാർത്ഥന സംഭവിച്ചു. ഒന്ന്, ദൂതൻ വെളിപ്പെടും. നിന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയിൽ ഒന്ന് ദൂതൻ വെളിപ്പെടും. 2 അൽക്കമ അറയിൽ ഒരു വെളിച്ചമുദിക്കും. നിന്റെ പ്രാർത്ഥന വിഷയത്തിനകത്ത് ഒരു വെളിച്ചമുദിക്കും. 3, നിന്നെ തട്ടി വിളിക്കുമെന്ന്. നിന്റെ വിലാപുരത്ത് തട്ടുമെന്ന്. ഓർക്കുക, നിന്റെ ശ്രദ്ധയേറെ നടക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ദൂതൻ വെളിപ്പെടും. 2, അറയിൽ വെളിച്ചമുദിക്കും. 3, വിലാപുരം താട്ടും. താട്ടും. ഇന്നു പകൽ ഹല്ലേലൂയ, നിനക്കെതിരെ ഒരു ജനത എഴുന്നേറ്റിട്ടുണ്ടോ? എഴുന്നേൽക്കട്ടെ. ഒരു രാജ്യം എഴുന്നേറ്റിട്ടുണ്ടോ? എഴുന്നേൽക്കട്ടെ. വ്യക്തികൾ എഴുന്നേറ്റിട്ടുണ്ടോ? എഴുന്നേൽക്കട്ടെ. നിന്നെ വിലാപം തട്ടി വിളിച്ചാൽ ഒരുവൻ ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. യാക്കോവിന്റെ ജയിലറയിൽ വെളിപ്പെടാത്ത ദൂതൻ പത്രോസ് ജയിലറയിൽ വെളിപ്പെട്ടു വന്നു. വാക്കുകൾക്ക് ഇവിടെ അടിയിടാൻ പോകുക. എന്താണ്? യാക്കോവിന്റെ ജയിലറയിൽ വെളിപ്പെടാത്ത ദൈവത്തെ ദൂതൻ പത്രോസിന്റെ ജയിലറയിൽ
വെളിപ്പെട്ടു വന്നുവെന്ന്. എന്തുകൊണ്ട്? പ്രാർത്ഥന ശ്രദ്ധയോടെയായതുകൊണ്ട് വെളിപ്പെട്ടു. ഒരു നിമിഷം കണ്ണടയ്ക്കാമോ? ഒരു നിമിഷം പ്രിയരെ ഒന്ന് കണ്ണടച്ചാട്ടെ. ഹല്ലേലൂയ വാക്കുകൾ ഇവിടെ അടിവരിടുകയാ. അസാധാരികതയ. ഇന്നു പകൽ പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന പറയുക. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകുന്നുണ്ട്. ഇന്നു പകൽ പ്രഭാതത്തിൽ ഇങ്ങനെ മീറ്റിംഗ് ആരംഭിച്ച പ്രിയരെ, അത് വെറുതെയാകത്തില്ല. ഇത് വലിയ വിജയത്തിന് കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിന്റെ കവാടങ്ങൾ തുറന്നതുപോലെ രാജ്യങ്ങളുടെ അപ്പോനന്റ് തുറക്കാൻ പോകുക. ജോലിയുടെ മേഖലകൾക്ക് ദൈവത്തിന് ആത്മാവ് ആൽക്കാമ ധരാരകൾക്കാമ ചലനമുണ്ടാക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന പറയുക. ലേഖാചൻ ഹത്തൂരി ജനാദി റീഖാല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മ എന്നോട് പറയുന്നു, വിട്ടുമാറാത്ത രോഗിയ അസ്വസ്ഥകൾ, മരുന്ന് കഴിഞ്ഞിട്ടും മാറാതെ അവിടെ ഒന്ന് മാറി കേറി വരുന്ന രോഗ അസ്വസ്ഥതകളെ ദൈവാത്മാവ് വെട്ടി മാറ്റുന്നുവെന്ന് ആത്മാവ് ആലോചന പറയുക. കർത്താവിനോട് പറയുക, അതിനകത്ത് ചില പ്രവാചകന്മാരെ ദൈവാത്മാവിന് വേണമെന്ന് ആത്മദൂത് പറയുക. ഇതിനകത്ത് ഒന്നിലധികം ആൾക്കാർ ദൈവത്തെ ആത്മാവ് തന്റെ കരത്തിൽ ആയുധമാക്കാൻ പോകുക. ഉടവേഗ വരാതെ പ്രാർത്ഥിച്ചോ. ലാൻഡ് സംബന്ധമായൊരു വിടുതൽ നിങ്ങളുടെ വസ്തുവക മേഖലയിൽ അത് വെളിപ്പെട്ട് വരുന്നുവെന്ന് വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു പ്രാണവേദനയിൽ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നതുപോലെ ഓരോ വ്യക്തികളും അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തരത്തിൽ പരിശുദ്ധാത്മാവ് ഇവര് പ്രാർത്ഥന വീരാക്കി പുറത്തെടുക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുക. കേട്ട ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ അകത്ത് തുളച്ചു കയറി പ്രാർത്ഥന പോരാളിയായി യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവ് അത് ചെയ്യും. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അതിശ്രദ്ധയോടെ യേശു പ്രാർത്ഥിച്ചതുപോലെ ആ ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. അപ്പോസ്തലർ 16-ാം അധ്യായത്തിൽ ദൈവം ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന്, അതേ 16-ാമത്തെ അധ്യായത്തിൽ ആരാധന ശ്രദ്ധയോടെ അറിയാം. അത് രണ്ടും തൊട്ടില്ല എങ്കിൽ ഒന്ന് മാത്രം തൊട്ട് ഞാൻ അവിടെ അടിവരിടുകയാ. ഈ വചനങ്ങളാൽ ദൈവാത്മാവ് നമ്മൾ അനുകരിക്കൊരു പ്രാർത്ഥന പോരാളിയായി നമുക്ക് പുറത്തു വരാൻ ഇടയാകട്ടെ. എനിക്ക് ഇങ്ങനെ സമയമൊരുക്കിയ കർത്താവിന്റെ ദാസിക്കുള്ള വന്ദനം കൈമാറുന്നു. ഇതിനകത്തുള്ള അഭിഷക്തന്മാർ, കർത്തവേലക്കാർ, ദാസന്മാർ, പിതാക്കന്മാർ, അല്ലെങ്കിൽ അമ്മമാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. തിരുവല്ല നടക്കുന്ന സഭയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥനകളിലും നിങ്ങളെയും ഓർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാമത്തിൽ താന്നിരിക്കുന്നു. നമ്മേവരെയും സഹായിക്കുമാറുകട്ടെ. ആമേൻ.